അഴിയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പൊതുസമ്മേളനവും റാലിയും 2025 ജനുവരി 5 ഞായറാഴ്ച അഴിയൂർ ചുങ്കത്ത് പ്രത്യേകം സജ്ജമാക്കിയ നെയ്മൻ റഫ്നാസ് നഗറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൗട്ട് ബാൻഡ് മേളങ്ങളോട് കൂടിയും കൊൽക്കളി, ദഫ്മുട്ട്, DJ എന്നിവയുടെ അകമ്പടിയോട് കൂടി നടക്കുന്ന യൂത്ത് ലീഗ് റാലി വൈകുന്നേരം 4 മണിക്ക് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പൂടിത്തല വരെ അഴിയൂർ ചുങ്കത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, വടകര MP ഷാഫി പറമ്പിൽ, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി T മൊയ്തീൻ കോയ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. നമ്മൾ സാധാരണ രീതിയിൽ സംഘടനാ സംവിധാനം സജ്ജമാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പയിന്റെ അവസാന ഘട്ടം എന്ന രൂപത്തിലാണ് സമ്മേളനങ്ങൾ സാധാരണ നടത്താറുള്ളത്. പക്ഷെ അഴിയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനം നടത്തുന്നത് നമ്മളൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ 2016-ലെയും അതുപോലെ തന്നെ 2020-ലെയും പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ പത്രക്കാരൊക്കെ വ്യക്തമായി മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അഴിയൂർ പഞ്ചായത്തിൽ 2 വാർഡുകൾ SDPI നേടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ഒരു രാഷ്ട്രീയ പോരാട്ടം നയിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വാർഡുകൾ നേടുന്നതും വാർഡുകൾ തോൽക്കുന്നതും വാർഡുകൾ ജയിക്കുന്നതും ഒക്കെ സർവ്വസാധാരണയാണ്. പക്ഷെ അഴിയൂർ പഞ്ചായത്തിൽ ഈ അവിഹിത മാർഗത്തിൽ കൂടിയും അവിശുദ്ധ കൂട്ടുകെട്ടിൽ കൂടിയുള്ള ഒരു വോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൈസക്ക് വിലക്കെടുക്കുക, ഈ രീതിയിലുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. സമ്മേളന നഗരി നെയ്മൻ റഫ്നാസ് നഗറിൽ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് യൂത്ത് ലീഗിന്റെ സമ്മേളനം ആരംഭിക്കുന്നത്. അന്ന് ആ പതാക ഉയർത്തലോടുകൂടി സമ്മേളനം ആരംഭിക്കുമെങ്കിലും പിറ്റേന്ന് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കുഞ്ഞിപ്പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച് കുഴിത്തല വഴി അഴിയൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന നഗരിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പൊതു റാലിയോടുകൂടിയാണ് സമ്മേളനം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന വലിയൊരു സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ വെച്ച പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി സാഹിബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ബഹുമാനപ്പെട്ട പാറക്കൽ അബ്ദുള്ള, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ്, ദേശീയ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ, ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മിസാബ് കീഴരിയൂർ, ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ തുടങ്ങിയ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ സമ്മേളന നഗരിയിൽ പൊതുസമൂഹത്തോട് സംവദിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്നത്.